ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഞണ്ട്, നത്ത്, മറ്റ് ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. ഞണ്ട്, ക്രാബ്. തേങ്ങാക്കള്ളൻ ഞണ്ട്, റോബർ ക്രാബ് അല്ലെങ്കിൽ കോക്കനട്ട് ക്രാബ്. ഞണ്ടിനങ്ങളിൽ ഏറ്റവും വലുതാണ് തേങ്ങാക്കള്ളൻ ഞണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തെങ്ങിലെ ഇളനീരും തേങ്ങയുമാണ് ഇവയുടെ പ്രധാന ആഹാരം. കൂടാതെ പഴങ്ങളും ചെറിയ ജീവികളെയും കഴിക്കാറുണ്ട്. കരയിലാണ് ജീവിക്കുന്നതെങ്കിലും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നത് വെള്ളത്തിലാണ്. ഏകദേശം 30 മുതൽ 50 വർഷത്തിലധികം ആയുസ്സുള്ള ജീവികളാണിവ. വളരെ ശക്തമായ കൈകളാണ്. കൈകളെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്ലോസ്, CLAWS. വളരെ ശക്തമായ കൈകളാണ് ഇവയ്ക്കുള്ളത്. തേങ്ങ പൊളിക്കാൻ ഈ കൈകൾ ഉപയോഗിക്കുന്നു. അമിതമായ വേട്ടയാടൽ കാരണം ഇവയുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിനാൽ പലയിടങ്ങളിലും ഇവ സംരക്ഷിത ജീവികളാണ്. തേങ്ങാക്കള്ളനെപ്പോലെ മോഷ്ടിക്കുന്ന ശീലമുള്ളതിനാലാണ് റോബർ ക്രാബ് എന്ന് വിളിക്കുന്നത്. അടുത്തത് സന്യാസി ഞണ്ട്, ഇംഗ്ലീഷിൽ ഹെർമിറ്റ് ക്രാബ്. സന്യാസി ഞണ്ടുകൾ മറ്റിനം ഞണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി മൃദുവായ വയറ് സംരക്ഷിക്കാൻ കടൽ ഒച്ചുകളുടെ ഒഴിഞ്ഞ തോടുകൾ ഉപയോഗിക്കുന്ന ഇനമാണ്. ഇവയ്ക്ക് കട്ടിയുള്ള സ്വന്തം പുറത്തോടില്ലാത്തതിനാൽ വളരുമ്പോൾ പുതിയ വലിയ തോടുകളിലേക്ക് മാറാനുള്ള ഈ ജീവികൾ സമുദ്രതീരങ്ങളിലും കരയിലും കാണപ്പെടുന്നു. അടുത്തത് വേലിയേറ്റത്ത് കരയ്ക്ക് വന്ന് സുഷിരങ്ങളിൽ താമസിക്കുന്ന ചെറിയ ഇനം ഞണ്ട്, ഇംഗ്ലീഷ് നെയിം ഫിഡ്ലർ ക്രാബ്. ഇനിയും മറ്റ് ചില ജീവികളെ നോക്കാം. മൂങ്ങ, ഔൾ. പൊതുവായി ഈ വർഗത്തിൽപ്പെട്ട വലിപ്പം കൂടിയ പക്ഷികളെ മൂങ്ങകൾ അല്ലെങ്കിൽ കൂമൻ എന്ന് വിളിക്കുന്നു. നത്ത്, ഔലറ്റ്. മൂങ്ങ കുടുംബത്തിലെ വലിപ്പം കുറഞ്ഞ ഇനങ്ങളാണ് നത്തുകൾ. രണ്ടിൻ്റെയും കുഞ്ഞുങ്ങളെയും ഔലറ്റ് എന്ന് വിളിക്കുന്നു. രണ്ടിനത്തെയും നമ്മൾ പൊതുവെ നത്ത് അഥവാ മൂങ്ങ എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ ഔൾ എന്നും. നായ അല്ലെങ്കിൽ പട്ടി, ഡോഗ്. പെൺപട്ടി ഡോഗസ് അല്ലെങ്കിൽ ബിച്ച്. വേട്ടപ്പട്ടി ഹൗണ്ട്. കാവൽ നായ ഗാർഡ് ഡോഗ് ഓർ വാച്ച് ഡോഗ്. നായീച്ച ടിക്ക് ഓർ ഡോഗ് ഫ്ലൈ. നായ്പുര കെണൽ. പട്ടിയുടെ കുര ബാർക്ക്, BARK. നായവർഗം കെയ്നൈൻ. എഴുതി കാണിക്കുന്നു, കനൈൻസ് എന്നുമല്ല, കെയ്നൈൻസ്. നിശാശലഭം മോത്ത് അല്ലെങ്കിൽ നൈറ്റ് ഫ്ലൈ. നീർനായ് ഓട്ടർ. സീലും SEAL നീർനായ് തന്നെയാണ്, എന്നാൽ രണ്ടും തമ്മിൽ ശരീരഘടനകളിൽ വ്യത്യാസമുണ്ട്. ഓട്ടർ ആൻഡ് സീൽ, SEAL. നീർപ്പന്നി വാട്ടർ ഹോഗ്. നീരട്ട വാട്ടർ ലേച്ച്. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.